പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ആരായിരുന്നു ഈ 10 വർഷം കേരളത്തെ ഭരിച്ചത്? പിണറായി വിജയനായിരുന്നു കേരളത്തെ ഭരിച്ചത്. സഖാവ് പിണറായി വിജയൻ ആയിരുന്നില്ല കേരളത്തെ ഭരിച്ചത്. കഴിഞ്ഞ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന 16ാം നിയമസഭാ ഇലക്ഷൻ സമാഗതമായിരുന്ന കാലത്ത് തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങൾ ക്യാമറയിൽ പകർത്തുവാനായിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഞങ്ങൾ 2 പേർക്ക്, എന്നോടൊപ്പം ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്ററായിട്ടുള്ള ശ്രീ രഞ്ജി വർഗീസിനും നേർക്കുനേരെ കാണാൻ കഴിഞ്ഞ ചിത്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് എന്താണ് പരാജയ കാരണം. നമ്മുടെ അമ്മമാരല്ലേ, നമ്മുടെ ചേച്ചിമാരല്ലേ, സഹോദരിമാരല്ലേ, പെങ്ങന്മാരല്ലേ, പെൺമക്കളല്ലേ സമരം ചെയ്തത്? അവരുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാനിക്കേണ്ടതിരുന്നില്ലേ? ഒരു സ്ത്രീ ആയിരുന്നില്ലേ ഇവർക്ക് മറുപടി പറയേണ്ടിയിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്? ഒരു വർഷക്കാലം വെയിലും മഴയുമേറ്റ് ആ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് കുത്തിയിരുന്ന് സമരം നടത്താനുള്ള പ്രതിഫലമാണോ 1000 രൂപയുടെ ശമ്പള വർധന? അതുപോലെ തന്നെ നിയമസഭയ്ക്കുള്ളിൽ ചലച്ചിത്ര രംഗത്ത് നിൽക്കുന്ന സകലരെയും ക്ഷണിച്ചു വരുത്തി ചലച്ചിത്ര രംഗത്ത് സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ മറക്കാൻ സാധിക്കും നമുക്ക്? അതുപോലെ കാർഷിക മേളകൾ നടത്തി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷിമന്ത്രി പി പ്രസാദിനെ മറക്കാൻ സാധിക്കും നമുക്ക്? നമസ്കാരം. 2 കാലഘട്ടങ്ങളിലായിട്ട് ജനപ്രിയത ഏറെ കൈവരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ചില മന്ത്രിമാരുടെ അത്യുജ്വലമായിട്ടുള്ള ചില ഇടപെടലുകളും അവരുടെ പ്രോജക്റ്റുകളും, എല്ലാവരും സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പ്രാതൽ വരെ നൽകുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ AI മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ, സാങ്കേതിക പദ്ധതികൾ, ഒട്ടനവധി അസൻ കേരള പോലെയുള്ള ഈ പറയുന്ന നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ, സംരംഭക സൗഹാർദ്ദ സംസ്ഥാനം എന്നുള്ള നിലയിലേക്കുള്ള കേരളത്തിൻ്റെ ഉയർപ്പ്, പി രാജീവൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ, പി പ്രസാദിൻ്റെ ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാർഷിക മേഖലയിൽ നിന്ന് തന്നെ കടന്നു വന്നിട്ടുള്ള കൃഷിമന്ത്രിയുടെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ചില കാർഷിക മേളകൾ ഒക്കെ കൂടി കേരള ജനത വളരെ ശ്രദ്ധേയമായ കാഴ്ചകളാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി കണ്ടത്. അതിലേറെ ശ്രദ്ധേയമായ കാഴ്ചകളാണ് ഈ 5 വർഷം കഴിഞ്ഞുള്ള നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ സമാഗതമായപ്പോൾ പിന്നെ കണ്ട PR വർക്കുകളും ഫ്ലെക്സ് ബോർഡുകളും. കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് വരെ ചിരിക്കാത്ത ആളായിരുന്നു അദ്ദേഹം. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ അകറ്റി നിർത്തിയ ആളായിരുന്നു. ധാർഷ്ട്യത്തോടുകൂടി മറ്റുള്ളവരുടെ പ്രതികരിച്ച ആളായിരുന്നു. അണികളിൽ പോലും പേടിയും ഭയവുമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. തൻ കാര്യം ഒന്നുപോലെ നോക്കിയ ഒരു ജനപ്രതിനിധിയായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനതയെ പ്രകമ്പനം കൊള്ളിച്ച ഒരു ഭരണാധികാരി എന്നുള്ള തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വഴുതി മാറിയ ഒരു ദൗർഭാഗ്യമാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിനെ നിലത്തിറക്കിയത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രധാനമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്നൊരു കാര്യമാണ് സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ പദ്ധതി, മാസപ്പടി തുടങ്ങിയ വിവാദങ്ങൾ. അതിലേറെ വിഷയം ആയിട്ടുള്ളത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധികൾ. അതിനപ്പുറമാണ് KSEBയുടെയും KSRTCയുടെയും പൊതുമേഖലാ മറ്റ് പ്രസ്ഥാനങ്ങളിലേക്കുള്ള പ്രതിസന്ധികൾ. അതിനപ്പുറമാണ് നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള ചില പരിപാടികളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും കോലാഹലങ്ങളും. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അസന്തോഷം. യുവജനങ്ങളിലും മധ്യവർഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ മനോഭാവം, സാമുദായിക വിഷയങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകൾ, ന്യൂനപക്ഷ പ്രീണനം, പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ഈ സമയത്ത് അതുണ്ടാകുമല്ലോ, പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൗണ്ട് ക്യാമ്പയിനുകൾ, ഭരണത്തിൽ താഴെത്തട്ട് മുതൽ അങ്ങ് മുഖ്യൻ വരെയുള്ള അഹങ്കാരികളുടെ സമീപനം, പ്രാദേശിക വിഷയങ്ങളിൽ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കണം. ഒരു ഭരണകർത്താവിന് തന്നോടൊപ്പമുള്ള ഒരു പാർട്ടിയിലെ സമുന്നതരായിട്ടുള്ള ദീർഘവീക്ഷണ പരതയുള്ള നേതാക്കന്മാർക്ക് ഇനി താഴെ തട്ടിലുള്ള അഹങ്കാരികളെന്ന് ഞാൻ നേരത്തെ വിളിച്ചെങ്കിലും ഏറെ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള അണികൾക്ക് കിട്ടിയ നല്ലൊരു അവസരമല്ലേ തൊലച്ച് കളഞ്ഞു. 5 വർഷം ഭരിച്ച് വീണ്ടും 5 വർഷം ഒരു കാലത്ത് UDFന് മാറി നിന്ന് കൊടുത്തിരുന്ന LDFൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു തുടർഭരണം. ആ തുടർഭരണം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു യോഗ്യത നഷ്ടപ്പെടുത്തുന്നത് ആരൊക്കെയാണ്?
നെഞ്ചകം പൊള്ളും. ഇതൊക്കെ പറയുമ്പോൾ പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച സഖാക്കന്മാർക്ക് നെഞ്ചകം പൊള്ളും. ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിലല്ല പിന്നീട് പോയത്. മുതലാളിത്ത വ്യവസ്ഥയിൽ എന്തായിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്നത്, ആർക്കെതിരെയായിരുന്നു നമ്മൾ നിലപാടുകളെടുത്തത്? ആ നിലപാടുകളെടുത്തവർ നടത്തിയ പ്രവർത്തനങ്ങൾ പോലെ മാറിപ്പോയ നേതൃത്വത്തിനെതിരെയായി സമീപനം, അല്ലെങ്കിൽ ആ നേതൃത്വത്തിനെതിരെ എല്ലാം സംഘടനകൾ അടക്കിപ്പിടിച്ച് നിൽക്കേണ്ട കുറേയധികം സഹാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. രഞ്ജി വർഗീസിനും നേർക്കുനേരെ കാണാൻ കഴിഞ്ഞ ചിത്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് എന്താണ് പരാജയ കാരണം. അപ്പം ഇവിടെ പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇപ്പം മാസപ്പടിയും സ്വർണ്ണക്കടത്തുമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കയ്യൊക്കെയുള്ളവന്മാർ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുള്ളൂ. അധികാരവും പണവും വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം തൻ്റെ കൈപ്പടിയിലാണെന്ന് കരുതുന്നവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അത് അവർ ചെയ്തോട്ടെ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയാണ് ഈ സംഘടന നിലകൊണ്ടിരുന്നത്? പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച ഏഴകളിൽ ഏഴകളായിട്ടുള്ള സൈഡ് ലൈനിലായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സാധാരണക്കാരൻ്റെ പാർട്ടിയായ, സാധാരണക്കാരൻ്റെ ജിഹ്വയായ LDF, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ എന്താണ് ഈ പൊളിറ്റിക്കൽ രംഗത്ത് ഏറ്റവും പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവനെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് നടത്തുവാൻ നിൻ്റെ ജീവിതം നീ മാറ്റിവെച്ചിട്ടുണ്ട്, നീ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഒരു തകർച്ച കാണുമ്പോൾ അതാരായിരുന്നു ആ തകർച്ചയ്ക്ക് കാരണക്കാരെന്ന് നോക്കുമ്പോൾ ഈ അണികളുടെ മനസ്സിനും നെഞ്ചിനുമേറ്റ മുറിവുകളായിരുന്നു അതിന് കാരണമെന്ന് കാണാം. 56 വെട്ടിൻ്റെ സഹയാത്രികനെ കൊന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ എത്ര പേരെയാണ് വിഷമിപ്പിച്ചത്? ശ്രീ രമയുടെ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം എത്ര ആർജവത്തോടുകൂടി ആവശ്യത്തോടുകൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്, മാറി ചിന്തിച്ചത്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തിട്ടൂരം ബാധിച്ച ഒരു നേതൃത്വത്തെ ജനങ്ങൾ വെറുക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ആരായിരുന്നു ഈ 10 വർഷം കേരളത്തെ ഭരിച്ചത് എന്ന്? പിണറായി വിജയനായിരുന്നു കേരളത്തെ. സഖാവ് പിണറായി വിജയൻ ആയിരുന്നില്ല കേരളത്തെ ഭരിച്ചത്. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരുപക്ഷെ പ്രത്യയശാസ്ത്രം നിലനിൽക്കണമെങ്കിൽ, സംഘടന നിലനിൽക്കണമെങ്കിൽ അധികമായ പണം വേണം. ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ചില മാഫിയകൾക്ക് ഒത്താശ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഇവിടെ കടന്നു വന്നിട്ടുള്ള മാഫിയകൾ വിവിധ തരം മാഫിയകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാഫിയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന പെസ്റ്റിസൈഡ് മാഫിയ. ലോകരാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും വിരലിലെണ്ണാവുന്ന അപരിഷ്കൃത രാജ്യങ്ങൾ മാത്രം ഇന്നും ഉപയോഗിക്കുവാൻ ഗേറ്റ്വേ തുറന്നു കൊടുത്തിരിക്കുന്ന പെസ്റ്റിസൈഡുകൾ, കാളകൂട വിഷങ്ങൾ ഇന്നും നിർലോഭം ഉപയോഗിക്കാൻ പറ്റുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ആ മാഫിയ, പെസ്റ്റിസൈഡ് മാഫിയ, അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ മേഖലയെ ഒന്നടങ്കം വളഞ്ഞിട്ട് ഈ പണം മുടക്കുവാനായിട്ട്, ഒന്നടങ്കം കൈക്കലാക്കുവാനായിട്ട് വന്നിരിക്കുന്ന ആഗോള ആരോഗ്യ മേഖലയിലെ ഭീമന്മാർ, ഇവർക്കൊക്കെ വേണ്ടി, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വലിയ കോർപ്പറേറ്റുകൾ, അംബാനി അദാനി പോലുള്ളവർക്ക് കടൽ തീരത്ത് തുറമുഖം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ UDF ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും മനുഷ്യച്ചങ്ങലും തീർത്തവരാണ് ഇന്ന് അവിടെ ഏറ്റവും ആദ്യം പ്രവർത്തനങ്ങൾ തീർക്കുവാൻ ഓടി നിന്നത്. അപ്പം കോർപ്പറേറ്റുകൾക്കും മാഫിയകൾക്കൊക്കെ സന്നാഹങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ ആ കസേരയിൽ ഇരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ് സഖാവ് പിണറായി വിജയൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭരിച്ചത് ഈ പറയുന്ന മാഫിയകളാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ആ പറയുന്ന കമ്മണ്ടത്തിൽ അച്ചടിച്ചിട്ടുള്ള ഗാന്ധിത്തലയിലെ ആ പണം കൈവശം വയ്ക്കുമ്പോൾ, അവർക്ക് വേണ്ടി ഒത്താശ പാടുമ്പോൾ, ഇത് പൊതുജനങ്ങളും മാധ്യമങ്ങളും അറിയാതിരിക്കുവാൻ എന്ത് ചെയ്യണം? മുഖം മൂടി അണിയണം. അങ്ങനെ ഒരു ധാർഷ്ട്യക്കാരൻ്റെ മുഖം മൂടി അണിഞ്ഞ ആളായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. ചിലപ്പോഴെങ്കിലും കടക്ക് പുറത്തുനിന്ന് മാധ്യമപ്രവർത്തകരോട് പറയേണ്ടി വന്നു. അങ്ങനെ അകന്നു പോയവരാണ് മാധ്യമപ്രവർത്തകർ. എപ്പോഴും ധാർഷ്ട്യത്തോടുകൂടി ദേഷ്യത്തോടുകൂടി കാണുന്ന ഒരാളുടെ അടുത്ത് അണികളിൽ പോലും ആൾക്കാർക്ക് പേടിയാണ് എന്തെങ്കിലും സംസാരിക്കാനും പറയാനും. പിന്നെയല്ലേ അങ്ങ് കാണിക്കുന്നതൊക്കെ പോക്കൃത്തരമാണെന്ന് പറയാനുള്ള അവകാശം സാധാരണക്കാർക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ധാർഷ്ട്യത്തോടുകൂടി നിന്നിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, അത് വളർന്ന് ഇങ്ങേ താഴെ അറ്റം വരെ എല്ലാ സാധാരണക്കാരായ അണികൾക്കിടയിലും സാധാരണ ലോക്കൽ നേതാക്കന്മാർക്കിടയിലും ഈ ധാർഷ്ട്യ സ്വഭാവം ഉണ്ടായിരുന്നു. പോലീസിങ്ങിനെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നവമാധ്യമങ്ങളുടെ കാലമാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അത് മാന്യമായിട്ട് ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷത്തിരുന്ന എല്ലാ സംഘടനകളും അവരുടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ക്യാമ്പയിനുകളൊക്കെ
ഗംഭീരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തി. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ അമ്മമാരല്ലേ, നമ്മുടെ ചേച്ചിമാരല്ലേ, സഹോദരിമാരല്ലേ, പെങ്ങന്മാരല്ലേ, പെൺമക്കളല്ലേ സമരം ചെയ്തത്? അവരുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാനിക്കേണ്ടതിരുന്നില്ലേ? ഒരു സ്ത്രീ ആയിരുന്നില്ലേ ഇവർക്ക് മറുപടി പറയേണ്ടിയിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്? ഒരു വർഷക്കാലം വെയിലും മഴയും ഏറ്റ് ആ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് കുത്തിയിരുന്ന് സമരം നടത്താനുള്ള പ്രതിഫലമാണോ 1000 രൂപയുടെ ശമ്പള വർധന? അങ്ങനെ ആശാവർക്കന്മാരോട് കാണിച്ച തിട്ടൂരമല്ലേ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിലുള്ള സകല അമ്മമാരും പെങ്ങന്മാരും വോട്ട് തിരിച്ചു കൂട്ടാൻ കാരണക്കാർ? എത്ര കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയാൻ പറ്റും. ഞാനെല്ലാം എടുത്തു പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എന്തായാലും ഇത് ഒരു നിമിത്തമാണ്, തിരിഞ്ഞു ചിന്തിക്കാനുള്ള നിമിത്തം. എത്രയോ സർഗശേഷിയുള്ള, ദീർഘവീക്ഷണ പരിധിയുള്ള, എത്ര പ്രഗത്ഭമതികളായിട്ടുള്ള, പ്രജാക്ഷേമ തൽപരരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നു അങ്ങയുടെ സദസ്സിൽ. അവർക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ അവസരം അങ്ങ് കൊടുത്തിരുന്നു. ശ്രീ അനിൽ, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് എനിക്കൊന്ന് പ്രഭാത ഭക്ഷണം കുട്ടികൾക്കിടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. നാളിതുവരെ ഉച്ചഭക്ഷണം കൊടുക്കുമായിരുന്നു. കാലത്ത് വരുന്ന കുട്ടികളിലും അർദ്ധപട്ടിണിക്കാരോ മുഴിപ്പട്ടിണിക്കാരോ ഒന്നും തിരിച്ചറിഞ്ഞ അദ്ദേഹം പ്രഭാത ഭക്ഷണത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിയത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നിയമസഭയ്ക്കുള്ളിൽ ചലച്ചിത്ര രംഗത്ത് നിൽക്കുന്ന സകലരെയും ക്ഷണിച്ചു വരുത്തി ചലച്ചിത്ര രംഗത്ത് സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ മറക്കാൻ സാധിക്കും നമുക്ക്? അതുപോലെ കാർഷിക മേളകൾ നടത്തി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷിമന്ത്രി പി പ്രസാദിനെ മറക്കാൻ സാധിക്കും നമുക്ക്? ഇവർക്ക് ആർക്കെങ്കിലും ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുവാൻ അങ്ങ് അവസരം കൊടുത്തിരുന്നു. കൃഷിമന്ത്രി പി പ്രസാദിന് ഏതെങ്കിലും ഒരു തരത്തിലൊരു ഓർഗാനിക് ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ പണം മേടിച്ചിരിക്കുന്ന മാഫിയകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അനുവാദം നൽകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ സർവരിലും ഒരു മാനസിക സംഘർഷമുണ്ടാക്കിയ, അസന്തുഷ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയേണ്ടി വരും പിണറായി വിജയൻ സർക്കാരിൻ്റെ. ഇന്ന് ഈ പറയുന്ന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുഴുവൻ നമ്മൾ ഈ പറയുന്നതുപോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ വിജയം നമുക്ക് കിട്ടും എന്നുള്ള ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതെല്ലാം തകർത്തെറിഞ്ഞത് ഒരു പക്ഷേ നമ്മളുടെ ഈ ആത്മവിശ്വാസം, നമ്മളുടെ ഈ അന്ധതയാണ്. രാഷ്ട്രീയ അന്ധത ബാധിച്ച ആ ഒരു ക്യാബിനറ്റ് ഇന്ന് ഇല്ല. വീണ്ടും അവസരമുണ്ട്. ഇനിയും ജനപക്ഷ തീരുമാനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ വീണ്ടും ഇവിടെ ഈ LDF ഗവൺമെൻറ് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു ചെറിയ വിഷയത്തിൽ മാത്രമാണ് ജനങ്ങൾ അസംതൃപ്തി ഉണ്ടായത്. അത് ജനദ്രോഹപരമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ മാത്രം ഒരു സൈഡിലൂടെ വൻ വിജയത്തിലേക്ക് കടന്നു വരേണ്ട ഒരു ഗവൺമെൻറ്. ആരോഗ്യ മേഖലയിലും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ധനകാര്യ മേഖലയിൽ KN ബാലഗോപാലിൻ്റെ ഇടപെടലുകൾ, ഈ രാജീവ് ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള ഇടപെടലുകൾ ഒക്കെ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവന്നിരുന്നു. പക്ഷേ പാളിച്ചകൾ എവിടെയാണെന്ന് സ്വയം തിരുത്തി മനസ്സിലാക്കുക, കൂടുതൽ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് വലിയ പാഠമാകേണ്ടത് UDF ഗവൺമെൻറ്റാണ്. നിയുക്ത PDS സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇടപെടുമെന്നും ആഗ്രഹിക്കുന്നു. അവർക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഒപ്പം പ്രത്യയശാസ്ത്രത്തെ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് തിരിച്ചുവരവരെ എല്ലാവിധത്തിലുമുള്ള ആശംസകളും LDF-നും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.